തൃശൂർ ബുഹാരീസ് ഹോട്ടലിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥയ്ക്ക് ഭീഷണി. പൊതുസമൂഹം ഉണരുക. സംസ്ഥാനത്തുടനീളം കഴിഞ്ഞ 7 മാസങ്ങൾക്കുള്ളിൽ നടന്ന 3 ഭക്ഷ്യവിഷബാധ മരണത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് നടത്തിയ റെയ്ഡിൽ ഗുരുതരമായ മാലിന്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് അടച്ചുപൂട്ടിച്ച തൃശൂർ ബുഹാരീസ് ഹോട്ടൽ അനുമതിയില്ലാതെ വീണ്ടും തുറന്നു പ്രവർത്തിച്ചതും വിവരം അറിഞ്ഞെത്തിയ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥയുടെയും മാധ്യമപ്രവർത്തകരുടെയും നേരെ ബുഹാരീസ് ഹോട്ടലിൻ്റെ ഉടമകളും ജീവനക്കാരും പോലീസിനെ കാഴ്ചക്കാരാക്കി നിർത്തി അങ്ങേയറ്റം ധിക്കാരത്തോടെ തട്ടിക്കയറുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവം ഇപ്പോൾ പൊതുസമൂഹത്തിൽ കടുത്ത പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുകയാണ്. മാസം ഏകദേശം 2 മാസം കൂടുമ്പോൾ ഒരു കംപ്ലൈന്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് വളരെ മോശം ഭക്ഷണം ഫ്രീസറിൽ നിന്ന് എടുത്ത് ചൂടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞൊരു പരാതി വന്നു. പഴകിയ ഭക്ഷണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2 ആഴ്ച മുമ്പ് വീണ്ടും ഞാനിവിടെ വന്ന് ഇവിടുത്തെ കുഴിമന്തി എടുത്ത് സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് ലാബിലോട്ട് അയച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. ഇതൊന്നുമല്ല ശരിക്കും ഒരു ഫുഡ് ബിസിനസ് നടത്തുമ്പോൾ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവേണ്ടത്. നിങ്ങൾക്ക് തന്നെ അറിയാം, സ്പേസ് തന്നെ നോക്കൂ. പിന്നെ ഇവിടെ ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇപ്പോഴും നോക്കാം. വേസ്റ്റ് ബാസ്ക്കറ്റ് ഒരിക്കലും തുറന്നു വെക്കാനായിട്ടുള്ള പാടുള്ളതല്ല. ഇവിടെ കുക്ക് ചെയ്യണം, ഇവിടെ ഈ വേസ്റ്റ് മുഴുവൻ ചെതറി കിടക്കണം, ഇവിടെ പാത്രങ്ങൾ, പിന്നെ ഈ ഫ്രീസർ തന്നെ നിങ്ങൾക്ക് നോക്കാം. ഇതൊക്കെ ഇപ്പൊ ഇതിന്റെ മേലെ കുറെ തുണി കണ്ടോ? ഈ തുണികളൊക്കെ കണ്ടോ? ഈ തുണികളൊക്കെയാണ് കുഴിമന്തി ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ഒരു മൂടുന്ന തുണികളാണ്. ഇതിന്റെയൊക്കെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കൂ. വൃത്തിഹീനമായ അടുക്കളയും ചെളി പിടിച്ച തുണികളും തുരുമ്പിച്ച് പൊട്ടിപ്പൊളിഞ്ഞ ഫ്രീസറുകളും അങ്ങനെ റെയ്ഡിന്റെ വിവരങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പുറം ലോകത്തേക്ക് എത്തിയതോടെ കേരളത്തിൽ തുടരെ നടന്നുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യവിഷബാധ മരണത്തിൻ്റെയും ഭക്ഷ്യവിഷബാധയുടെയും യഥാർത്ഥ കാരണങ്ങൾ കണ്ട് കേരളത്തിലെ ജനങ്ങൾ അമ്പരന്ന് പോയിരിക്കുന്നു. ആഹാരം വിൽക്കുന്നിടത്ത് പാലിക്കേണ്ട ശുചിത്വ നിയമങ്ങളോ തത്വദീക്ഷകളോ ഒന്നും പാലിക്കാതെ അങ്ങേയറ്റം വൃത്തിഹീനമായ സാഹചര്യത്തിൽ തൃശൂർ MG റോഡിൽ പ്രവർത്തിച്ചു വന്ന ഈ ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ച പെൺകുട്ടിക്ക് വിഷബാധ ഏറ്റതിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഈ ഹോട്ടൽ അടപ്പിച്ചത്. പ്രശ്നങ്ങൾ പരിഹരിച്ച് ജില്ലാ അസിസ്റ്റന്റ് കമ്മീഷണറുടെ അനുമതിയോടെ മാത്രമേ വീണ്ടും തുറക്കാവൂ എന്ന നിർദ്ദേശവും അന്ന് നൽകിയിരുന്നുവെങ്കിലും അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വ്യാഴാഴ്ച ഹോട്ടൽ തുറന്ന് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കിയത്. വിവരമറിഞ്ഞ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത്. പോലീസ് അകമ്പടിയോടെ എത്തിയിട്ടും ഉദ്യോഗസ്ഥ ഡോക്ടർ രേഖ മോഹനെ ഭീഷണിപ്പെടുത്തുകയും ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമ പ്രവർത്തകരെ തടഞ്ഞുവെക്കുകയും ചെയ്തു. നിരന്തരമായി വൃത്തിയില്ലാത്ത ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന പഴകിയ ഭക്ഷണം യാതൊരു സാമാന്യ മര്യാദകളുമില്ലാതെ ചൂടാക്കി കച്ചവടം നടത്തി നാട്ടുകാർക്ക് മാലിന്യം മാത്രം വിളമ്പിക്കൊടുക്കുന്ന ആഹാര കച്ചവടക്കാരുടെ ഈ ഹോട്ടലിനെ കുറിച്ച് നിരന്തരമായി പരാതി ഉയർന്നിട്ടുള്ള സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥ തന്നെ മുൻപ് 3-ലധികം തവണ ഇവിടെ പരിശോധനയ്ക്ക് എത്തിയതാണ്. അപ്പോഴെല്ലാം കനത്ത ഭീഷണിയാണ് ബുഹാരി ഹോട്ടലിലെ ആഹാര കച്ചവടക്കാരിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ളതെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. എനിക്ക് കിട്ടുന്ന കംപ്ലൈന്റുകൾ അന്വേഷിക്കണം എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിന്റെ പേരും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കിയാല് അത് നടക്കില്ല. ഭയങ്കര ഭീഷണിയാട്ടോ. അതിന്റെ പ്രത്യാഘാതം ഞാൻ നേരിടേണ്ടി വരുമെന്നൊക്കെയാണ് ഇയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടുത്തെ കുഴിമന്തിയുടെ സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾ എടുത്ത് ഈ ഉദ്യോഗസ്ഥ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. പരിശോധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഉദ്യോഗസ്ഥയെ ഫോണിൽ വിളിച്ച് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഭീഷണിപ്പെടുത്തുകയും അവർ ചെയ്ത തെമ്മാടിത്തരത്തെ ന്യായീകരിക്കാൻ മിനിമം വൃത്തികേടെങ്കിലും എല്ലാ ഹോട്ടലിലും കാണുമെന്നും പറഞ്ഞ് മാധ്യമങ്ങളുടെ നേരെ മെക്കിട്ട് കയറുകയും ചെയ്യുന്ന ബുഹാരി ഉടമയുടെ വാക്കുകൾ മാധ്യമങ്ങളിലൂടെ ഏവരും കണ്ടതാണ്. വൃത്തിഹീനമായ ഭക്ഷണമുണ്ടാക്കി വിളമ്പുന്നതും പോരാ, അത് തിരക്കാൻ ചെന്ന ഉദ്യോഗസ്ഥരുടെ നേരെ മെക്കിട്ട് കയറുകയും ചെയ്യുന്ന ഈ അഹങ്കാരികൾ മുമ്പ് പരിശോധനയ്ക്ക് ചെന്നപ്പോൾ എല്ലാം കയ്യേറ്റം ചെയ്യാൻ പോലും ശ്രമിച്ചിട്ടുണ്ടെന്നാണ് വിവരം. കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥർ ധാരാളമുള്ള ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ സർക്കാരിനോടും ജനങ്ങളോടും തികഞ്ഞ പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ച ഈ ഉദ്യോഗസ്ഥയെ പോലീസിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഫോണിൽ വിളിച്ച് പരസ്യമായി ഭീഷണിപ്പെടുത്താൻ പോന്ന തരത്തിൽ ബുഹാരി ഹോട്ടൽ ഉടമയ്ക്കുള്ള സ്വാധീനം എന്താണ്? എന്തുകൊണ്ടാണ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കാത്തത്? പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് പറഞ്ഞാൽ അത് കൊന്നു കളയുമെന്ന് പോലും അർത്ഥമുള്ള ഭീഷണിയല്ലേ? മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? എന്തായാലും ഡോക്ടർ രേഖ മോഹനെ പോലെയുള്ള ഉദ്യോഗസ്ഥർക്ക് കേരള സമൂഹത്തിൻ്റെ അഭിവാദ്യങ്ങൾ മാത്രം പോരാ,
ശക്തമായ മാനസിക പിന്തുണയും അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ ഇത്തരം ദുഷ്ടപ്രവൃത്തികൾക്ക് എതിരെ പ്രവർത്തിക്കാൻ ഇനിയും ധാരാളം ഉദ്യോഗസ്ഥർ ഉണർന്ന് പ്രവർത്തിക്കുകയുള്ളൂ. അതിനാൽ ഈ വിഷയത്തിൽ പൊതുസമൂഹം ഒറ്റക്കെട്ടായി ഡോക്ടർ രേഖ മോഹൻ്റെ പിന്നിൽ അണിനിരക്കട്ടെ. അത് അനേകം ഉദ്യോഗസ്ഥർക്ക് സത്യസന്ധമായി പ്രവർത്തിക്കാൻ പ്രചോദനമാകും.